ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ശിവരാമനോട് കാര്യങ്ങളെല്ലാം മണിമണിയായി പറയാൻ പറയുകയാണ് സച്ചി. എന്താ ശിവരാമ, എന്താ തനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് സേതു ശിവരാമന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശിവരാമൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, പറയാൻ സാർ, ഞാൻ എല്ലാം പറയാം. എന്നെ ചതിച്ചതാണ്. എന്നെ മാത്രമല്ല, ഈ വീട്ടിലുള്ള നിങ്ങളെല്ലാവരെയും ചതിച്ചതാണ്. ദാ ആ നിൽക്കുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞ് ശിവരാമൻ അവന്തികയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പേടിയോടെ ചുറ്റും നോക്കുകയാണ് അവന്തിക. തുടർന്ന് ശിവരാമൻ പറയുകയാണ്, എന്റെ ഭാര്യയും ഈ നിൽക്കുന്ന ആതിരക്കുഞ്ഞും ഏകദേശം ഒരേ സമയത്തായിരുന്നു പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും എന്റെ ഭാര്യയും വലിയ സന്തോഷം നിന്ന സമയത്തായിരുന്നു ഇവര് എന്റെ അടുത്തേക്ക് വന്നത്. തുടർന്ന് അവന്തിക കുഞ്ഞുങ്ങളെ മാറ്റിയ കാര്യം ശിവരാമൻ എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ദീപ് ആതിരയും. തുടർന്ന് അനഘയുടെ കയ്യിലിരിക്കുന്ന അർച്ചനയുടെ കുഞ്ഞിനെ ദയനീയമായി നോക്കുകയാണ് രണ്ടുപേരും ചേർന്ന്. എന്നോട് ക്ഷമിക്കണം സാറേ, ദാ ഇവരാണ് എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ദേ, നിങ്ങൾ അനാവശ്യം പറയാൻ നിൽക്കരുത്. അച്ഛാ, ജോലി നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യവും വൈരാഗ്യവുമൊക്കെയാണ് ഇയാൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നയാളാണിത്. ഇയാളുടെ പേരില് പോലീസ് കേസും ഉള്ളതാണ്. പോലീസിനെ അറിയിച്ചാലേ പോലീസ് ഇപ്പോൾ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. തുടർന്ന് സേതു പറയുകയാണ്, ശിവരാമ, ഈ വീടിന്റെ അടിത്തറ ഇളക്കാൻ പാകത്തിനുള്ള ഒരു ബോംബാണ് താനിപ്പോ ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ ഒരാളും പരസ്പരം ചതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ പറയുകയാണ്, ഇതുവരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൂടെ നിൽക്കുന്ന പലരെയും അച്ഛൻ അവിശ്വസിക്കേണ്ടതായി വരും. കാരണം അത്രയ്ക്ക് വിശ്വാസവഞ്ചനയാണ് അവര് അച്ഛനോടും ഈ വീടിനോടും കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് സന്ദീപ്. അതേസമയം ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന പറയുകയാണ്, സ്വന്തം ഭാര്യയെ കൊന്നവനാണ് ഇയാളെന്നല്ലേ അവന്തികേട്ടത്തി പറഞ്ഞത്. ഇയാളുടെ ഭാര്യ എങ്ങനെയാ മരിച്ചതെന്ന് ഇയാള് ഇപ്പൊ തന്നെ പറഞ്ഞു തരും. പറയ് ശിവരാമേട്ട, എങ്ങനെയാ നിങ്ങളുടെ ഭാര്യ മരിച്ചത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുകയാണ്, നെല്ലിശ്ശേരിയുടെ അവകാശിയെ കൊല്ലാനായി അവന്തിക എനിക്ക് തന്ന വിഷമായിരുന്നു അത്. ഞാനത് കുഞ്ഞിന് കൊടുക്കാനായി പാലിൽ കലർത്തിയതാണ്. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്ന് ഞാൻ മാറി നിന്ന സമയത്ത് എന്റെ ഭാര്യയാണ് അതറിയാതെ എടുത്ത് കുടിച്ചത്. ഞാനൊന്ന് ഫോൺ ചെയ്ത് വന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ശിവരാമൻ. തുടർന്ന് ഇതെല്ലാം കേട്ടാകെ തകർന്നു നിൽക്കുന്ന സേതുവിനെയാണ് കാണിക്കുന്നത്. സത്യമാ സാറേ, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഇവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പണത്തിനോടുള്ള എന്റെ ആർത്തി കൊണ്ടും ഒരു പണക്കാരന്റെ വീട്ടിൽ എന്റെ കുഞ്ഞ് കഴിയട്ടെ എന്നുള്ള എന്റെ അത്യാഗ്രഹം കൊണ്ടും മാത്രമാണ് സാറേ ഞാൻ ഇതൊക്കെ ചെയ്തത്. അതിന് എന്റെ ജീവിതം തന്നെ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ശിവരാമൻ. ഇതാണ് എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെ നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആതിരയുടെ കയ്യിലുള്ള കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടുകയാണ് ശിവരാമൻ. തുടർന്ന് അനഘയുടെ കയ്യിലുള്ള കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് ശിവരാമൻ പറയുകയാണ്, അതാണ് നെല്ലിശ്ശേരിയുടെ അനന്തരാവകാശി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ DNA ടെസ്റ്റ് വരെ നടത്താൻ ഞാൻ തയ്യാറാണ്. സത്യങ്ങളപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുമെന്ന് ശിവരാമൻ പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് സന്ദീപും ആതിരയും. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനാ ഞാൻ വന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ശിവരാമൻ കുഞ്ഞിനെ എടുക്കാനായി സന്ദീപിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സന്ദീപ് ശിവരാമനെ തട്ടി മാറ്റുകയാണ്. ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെടാൻ ഞാനിനി എന്ത് തന്ത്രം പുറത്തെടുക്കും? സത്യങ്ങളെല്ലാം ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ അച്ഛാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇനിയും തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് സച്ചി പറയുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, എല്ലാവരും ഇത് വിശ്വസിക്കണം. ഈ വീടിനോടും അച്ഛനോടും പ്രതികാരം ചെയ്യാനായി വന്നവരാണ് ഈ അവന്തികേട്ടത്തി. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കും സച്ചിയേട്ടനും അറിയാം. പക്ഷേ അച്ഛൻ അതൊന്നും വിശ്വസിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലെന്നും അർച്ചന പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, നിർത്തടി, ഇവള് പറയുന്നതെല്ലാം കല്ല് വെച്ച നുണകളാണ്. അച്ഛനെ കമ്പനി പേഴ്സണാക്കാൻ പോകുന്നതറിഞ്ഞിട്ട് ഇവള് ഓരോരോ കള്ളത്തരവുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിരെ ഒരു കള്ളം പറയാനല്ലാതെ ഇവരുടെ കയ്യിൽ ഒരു തെളിവുമില്ലെന്നും അവന്തിക പറയുന്നു. സമയം താഴേക്ക് വരികയാണ് ധനുഷും സ്നേഹയും. എനിക്ക് കഴിയുമെങ്കിലോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ോടെ നിൽക്കുകയാണ് അവന്തിക. ധനുഷ് സേതുവിനോട് പറയുകയാണ്, അവന്തികയ്ക്കെതിരെ തെളിവ് നൽകാൻ പറ്റിയ ഏറ്റവും നല്ലയാള് ഞാൻ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ അന്ന് നന്ദേട്ടൻ പറഞ്ഞിട്ടല്ല ഞാൻ നെല്ലിശ്ശേരി വീട്ടിലേക്ക് വന്നതും ആ ഓഫീസിൽ ചെന്നതും. ഈ വീടും ഈ വീട്ടുകാരെയും കൊല്ലാനുള്ള പകയും പ്രതികാരവുമായി നടക്കുന്ന അവന്തികയുടെ കയ്യാളായിട്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ അവന്തികയെ നോക്കുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഇവൾക്ക് വേണ്ടി പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്നും ധനുഷ് പറയും. ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് സേതു. തുടർന്ന് സ്നേഹയുടെ അടുത്തേക്ക് ചെന്ന് അവന്തിക പറയുകയാണ്, നിനക്കറിയാമോ, നിന്റെ ഭർത്താവേ കൊടും ക്രിമിനലാണ്. എന്റെ കൂടെ നിന്ന് എല്ലാത്തിന്റെയും പങ്കുപറ്റിയതിന്റെ തെളിവെല്ലാം എന്റെ കയ്യിലുണ്ടെന്നും അവന്തിക പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ സ്നേഹ പറയുകയാണ്, അതെ, എനിക്കെല്ലാം അറിയാം കൊച്ച. എല്ലാവരും കൂട്ടം ചേർന്ന് എന്നെ ആക്രമിക്കുകയാണ്. ഈ വീടിനു വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പാടുകളാണ് സഹിച്ചിട്ടുള്ളത്. അച്ഛനും എന്നെ കൈവിട്ടു. ആരൊക്കെ എന്നെ വെറുത്താലും എന്റെ നന്ദേട്ടന് എന്നെ മനസ്സിലാകും. ആ പാവത്തിന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സംഘം ചേർന്നുള്ള ഈ ആക്രമണത്തിൽ നിന്നും അയാൾ എന്നെ രക്ഷിച്ചേനെ.
അതേസമയം ഇത് കേട്ട് കൈയടിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് വരികയാണ്. നന്ദനെ കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ നന്ദനെ നോക്കി ഞെട്ടലോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.